ഗവൺമെൻറ്റിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഷെഡും വെച്ച് കൊടിയും കെട്ടിയിരിക്കുക. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടില്ലേ അന്നദാനം കൊടുക്കുകയാണ്. പിന്നെ ഗവൺമെൻറ് ജോലിയില്ല. ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർ വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ഈ പല ആളുകളിങ്ങനെ ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചത്. അതിന് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് എങ്കിൽ, അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ അവസാന ശ്വാസം വരെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിശപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അതിൻ്റെ കൂടെ തന്നെ നിൽക്കും ഡിവൈഎഫ്ഐ അവസാന ശ്വാസം. ഹൃദയപൂർവ്വം വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ യുവതയുടെ അനേകം പൊതുപ്രവർത്തനങ്ങളിൽ ഒന്ന്. അതിനും പൂട്ടിടാനാണ് പൂക്കി സർക്കാർ ശ്രമം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ജി സുധാകരനെ പിൻപറ്റി പൊതിച്ചോറ് വിതരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഓർക്കുക, സ്വന്തം പോലീസിനെ തള്ളി BJPയിലെ കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി രംഗത്തെത്തിയ മന്ത്രി മുരളീധരൻ ഇതാ പാവങ്ങളോട് ഒരു കരുതലുമില്ലാത്ത ദ്രോഹരാഷ്ട്രീയം വിളമ്പുന്നു. 40,000-ത്തിലധികം പേർക്ക് 2017 മുതൽ മുടങ്ങാതെ പൊതിച്ചോറ് നൽകി വരുന്ന DYFI ആണ് മുരളീധരൻ്റെയും കൂട്ടരുടെയും കണ്ണിലെ കരട്. സാക്ഷാൽ കെ കരുണാകരൻ വിചാരിച്ചിട്ട് പൂട്ടിടാനാകാത്ത യുവകരുത്താണ് DYFI എന്ന് ആരെങ്കിലും മുരളീധരനെ ഒന്ന് ഉപദേശിക്കണം. കിങ്ങിണിക്കുട്ട രാഷ്ട്രീയത്തിൻ്റെ മേലനങ്ങാത്ത ദുർമേധസ്സല്ല DYFIയുടെ കരുത്ത്, അത് പോരാട്ടങ്ങളുടേതാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം വിതരണം ചെയ്യുമത്രേ. കുഞ്ഞുങ്ങൾക്കുള്ള ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കഴിയാത്തവരാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടക്കിയവരാണ് ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. വിശ്വസിച്ചത് തന്നെ. പിന്നെ വെണ്ടയ്ക്കായും അമരയ്ക്കായും ചീഞ്ഞാൽ ആ ഭാഗം വെട്ടിക്കളഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പോഷകമൂല്യമുള്ള പാലും മുട്ടയും ചീഞ്ഞാൽ ഒന്നാകെ കളയാനേ കൊള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന ഹുങ്കാരത്തിൽ പാവപ്പെട്ടവൻ്റെ അന്നത്തിൽ മണ്ണ് വാരിയിടാൻ ഒരുമ്പെട്ടാൽ മുരളീധരനെ ആ കളി പഠിപ്പിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ കളി കേരള ജനത പഠിപ്പിക്കും. ഓർത്തു കളിച്ച് സൂക്ഷിച്ചോ എന്നത് കേവലമായ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല എന്ന് മുരളീധരൻ തിരിച്ചറിയും. വർഗരാഷ്ട്രീയമെന്ന പോഷക സമൃദ്ധി വിട്ടാൽ ആ അഴുകലാണ് സംഭവിക്കുകയെന്ന് ജി സുധാകരനും അനുദിനം തെളിയിക്കുകയാണ്. ഹൃദയപൂർവ്വം എന്ന മാനവീക പന്ഥാവിലെ പാഥേയത്തെ ഭയക്കുന്നവരാരൊക്കെ, അവരുടെ ഉദ്ദേശമെന്ത്, നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ജെയിംസ് ഷാമുവേൽ, DYFI നേതാവ്; രജിൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്; ഒപ്പം സാമൂഹിക നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ MJ ശ്രീചിത്രൻ. ഇന്ന് 40,000-ത്തോളം പേർക്ക് ദിനേന 2017 മുതൽ മുടങ്ങാതെ എല്ലാ സർക്കാർ ആശുപത്രികളിലും എത്തുന്നവർക്ക്, പാവങ്ങൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന DYFIയുടെ ഈ ഹൃദയപൂർവ്വം എന്ന പദ്ധതിയെ തന്നെ ഉപേക്ഷിപ്പിക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ അതിനെ റദ്ദാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്താണ് ഈ പദ്ധതി? എന്നു മുതലാണ് ഈ പദ്ധതി തുടങ്ങുന്നത്? എന്താണ് ഇതിൻ്റെ വിശാലമായ പൊളിറ്റിക്കൽ ഗ്രാവിറ്റി? ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ഷീജ ചേരുന്നുണ്ട്. ആദ്യം ഷീജ, എന്താണ് ഈ പദ്ധതി? നിരവധി ഈ പദ്ധതിയിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന നിരവധി ഗുണഭോക്താക്കൾ, ഇത് ലഭിക്കുന്നവർ, അവരുടെ നിരവധി വാർത്തകൾ ശേഖരിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ കൂടി എങ്ങനെയാണ് ഈ പദ്ധതി പുരോഗമിക്കുന്നത്? എന്താണ് ഇതിൻ്റെ സാമൂഹിക പ്രസക്തി? എത്രയായിരം ജനങ്ങളെയാണ് ഇത് സഹായിക്കുന്നത് അടക്കം ഒന്ന് പോകാം നമുക്ക് ആദ്യം. ഷീജ. തീർച്ചയായും അജിംഷാദ്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊക്കെ തരത്തിൽ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് എന്തൊക്കെ സഹായം ലഭിക്കുന്നുവോ ആ സഹായങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവരുടെ അന്നം പോലും അവർക്ക് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ആശുപത്രികളിൽ സൗജന്യ ഭക്ഷണം
ഭക്ഷണ വിതരണം നിർത്തലാക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത് പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം കൊടി വെച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അവിടെ ഉയർത്തുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. അതിനെ കേവലം കൊടിവെച്ച് ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം എരിയുന്ന വയറുകൾക്കാണ് അത് ആശ്വാസം പകരുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. കാരണം അത് ഇന്നോ ഇന്നലെയോ ഒരു സുപ്രഭാതത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ആരംഭിച്ചതല്ല ഡിവൈഎഫ്ഐ എന്നുള്ളതാണ് അവിടെ അതിൻ്റെ മഹത്വം കൂട്ടുന്നത്. കാരണം ഭിന്നിപ്പിൻ്റെയും വർഗീയതയുടെയും ഒക്കെ നാളുകളിൽ അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇത് ഒരു പ്രത്യേകം ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 2017 മുതൽ ആരംഭിച്ചതാണ് ഡിവൈഎഫ്ഐ ഈ പൊതിച്ചോറ് വിതരണം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതും ഒരു പാർട്ടി തലത്തിൽ നടത്തുന്ന പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഓരോ വീടുകളിലും എത്തി ഓരോ പൊതിച്ചോറ് ശേഖരിച്ച് അവർ അങ്ങനെ എല്ലാം ഏകോപിപ്പിച്ചാണ് ഓരോ ജില്ലകളിലും ആശുപത്രികളിൽ ഈ ഉച്ചഭക്ഷണം എത്തിക്കുന്നതും. പാവപ്പെട്ട രോഗികൾക്കൊപ്പം ഉള്ള കൂട്ടിരിപ്പുകാർ അവിടെ എത്തുമ്പോൾ അവർക്ക് ഈ ഭക്ഷണം നൽകുന്നു. കാരണം ആശുപത്രികളിൽ സ്വന്തം ബന്ധുക്കളുമായി ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ആ വിഷമം തന്നെ വലിയ ആ ചികിത്സയുമായി ബന്ധപ്പെട്ടും ചിലവുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും സൗജന്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ആ വയറെരിയുന്ന ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ രീതിയിൽ ഒരു സംരംഭം തന്നെ ഡിവൈഎഫ്ഐ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം അതിന് ഏത് രീതിയിൽ ഒരു ജനകീയ സ്വഭാവം, ജനകീയ മുഖമാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനുള്ളത് എന്നുള്ളത്. പക്ഷേ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അത് ഓരോ ഘട്ടത്തിലും കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് വിമർശിക്കുന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരനാകട്ടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാക്കളാകട്ടെ ഓരോരുത്തരും ഏത് രീതിയിലാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഓരോ കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴെല്ലാം അത് വീണ്ടും കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് കൂടുതൽ പേർ അതിൻ്റെ ഭാഗമാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വീടുകളും ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് അവർ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് വരുന്നു. ഞങ്ങളും ഇതിൻ്റെ ഭാഗമാകുന്നു, ഞങ്ങളും ഒരു പൊതിച്ചോറ് ഇന്ന് നൽകും, അങ്ങനെ പറഞ്ഞ് ഓരോ ദിവസവും അതിലേക്ക് ഭക്ഷണം നൽകുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് തന്നെയാണുള്ളത്. പക്ഷേ ഇത് തന്നെയാണ് സ്വാഭാവികമായും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഡിവൈഎഫ്ഐ തന്നെ ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചോട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, അതിനെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഈ കമ്മ്യൂണിറ്റി കിച്ചണുകളൊക്കെ വരുന്നതിന് മുൻപ് ഏത് രീതിയിലാണ് ഇവിടെ ഓരോ ആശുപത്രികളിലും ഭക്ഷണം എത്തിക്കൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരിശോധനയോ എന്തെങ്കിലും നടത്തിയിട്ടാണോ ഈ ഒരു പ്രസ്താവന ആരോഗ്യമന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ഉയർത്തുന്നത്. അതിൽ നിന്നും ഷീജ, നമുക്ക് അതായത് ഉച്ചക്കഞ്ഞി നമുക്കറിയാം, ബിരിയാണി കൊടുക്കാൻ പോലും കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിച്ചുള്ള ബിരിയാണി വിളമ്പിയ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലമൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും മുടക്കുന്ന സർക്കാരാണ് ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ വഴി, അതായത് ഇതും മുടക്കുക, അവർക്ക് കിട്ടുന്ന ഭക്ഷണ വിതരണം ഇല്ലാതാക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്ക് അതിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ ഷീജയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഈ പദ്ധതിയെ മുടക്കാനുള്ള UDF സർക്കാരിൻ്റെ, കെ മുരളീധരൻ്റെ, ജി സുധാകരൻ്റെ ഒക്കെ പദ്ധതികൾക്കെതിരെ DYFI പറയുന്നത് എന്താണെന്ന് നോക്കാം. നാം നേരത്തെ കേട്ടു, ഇപ്പോൾ ഇതാ വസീഫിൻ്റെ വാക്കുകൾ, വസീഫിൻ്റെ വാക്കുകൾ. അല്ല, ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കമ്മ്യൂണിറ്റി കിച്ചണോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ ഇല്ലാത്ത സാഹചര്യത്തിലാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒരു 61ഓളം ആശുപത്രികളിലായി 40,000-ത്തിലധികം പൊതിച്ചോറുകൾ കളക്ട് ചെയ്ത് DYFI വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഉച്ചഭക്ഷണം ഇങ്ങനെ ആശുപത്രികളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. ചികിത്സാ പാളിച്ച കൊണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ ഇപ്പോൾ UDF ഭരണകാലത്ത് എത്ര പേരാണ് മരണപ്പെടുന്നത്? എന്തൊക്കെ അലംഭാവമാണ്! ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. നല്ല രീതിയിൽ ഭക്ഷണ വിതരണം നടത്തുന്ന DYFIയുടെ ഭക്ഷണം മുടക്കണം, അത് ആളുകൾ വാങ്ങി കഴിക്കരുത്. ഈ 40,000 മനുഷ്യർക്ക് ഒരു ആശ്വാസമായി കിട്ടുന്ന ഈ പൊതിച്ചോറ് മുടക്കിയത് കൊണ്ട് ഈ കെ മുരളീധരന് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അതാണ് ഷീജ, എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താണ്, മകൻ മരിച്ചാലും വേണ്ടിയില്ല
മരുമകളുടെ കണ്ണീര് കാണണമെന്ന അമ്മായിയമ്മ സിൻഡ്രോം. അതാണ് ഡിവൈഎഫ്ഐ ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിൽ വലിയ അസ്വസ്ഥനാവുന്നത് ജി സുധാകരനാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോഷക സമൃദ്ധി കെട്ടുപോയി കഴിഞ്ഞാൽ അത് ഒന്നാകെ കളയാനേ കൊള്ളാവൂ. വർഗരാഷ്ട്രീയത്തിൻ്റെ വക്താവായി നിന്നയാൾ അതിന് പുറത്തേക്കെത്തുമ്പോൾ എത്ര കണ്ട് ചീഞ്ഞ് നാറും എന്നുള്ളതാണ് ജി സുധാകരൻ്റെ വിഷയത്തിൽ. കാരണം ഇത്രയേറെ പൊതുനന്മ ഉണ്ടാകുന്നത് ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കിയിട്ടാണോ ഡിവൈഎഫ്ഐ നൽകുന്നത്? എല്ലാവർക്കും, വന്നെത്തുന്ന എല്ലാവർക്കും നൽകുകയാണ്. അങ്ങനെയുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ജി സുധാകരൻ ആദ്യം മുടക്ക് പറയുന്നു. അതിനുശേഷം അതിനെ പിന്തുടർന്നുകൊണ്ട് കെ മുരളീധരൻ പറയുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അത് ഡിവൈഎഫ്ഐയെ തകർക്കാനാണ്. ചില ഒറ്റപ്പെട്ട സംഘടനകളും ഇത് ചെയ്യുന്നുണ്ട്, ശ്ലാഘനീയം തന്നെ. പക്ഷേ നിരന്തരം 2017 മുതൽ ഈ 40,000 പേർക്കോളം കേരളത്തിൽ മുടങ്ങാതെ നൽകുന്നത് ഡിവൈഎഫ്ഐ മാത്രമാണ്. അപ്പോൾ കെ മുരളീധരൻ്റെ ഉദ്ദേശം, ജി സുധാകരൻ്റെ ഉദ്ദേശം ഡിവൈഎഫ്ഐ തന്നെയാണ്, അല്ലേ ഷീജ? തീർച്ചയായും അജിം ഷാദ്, അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പൊതിച്ചോറ് വിതരണത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി നടത്തിയത്. ജി സുധാകരനും, ഈ പറയുന്ന ജി സുധാകരൻ LDF-നൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് ഏത് രീതിയിലാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതും അദ്ദേഹം വിസ്മരിക്കാനിടയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഹൃദയപൂർവ്വം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ കാണേണ്ടത് അതൊരു രാഷ്ട്രീയമേ അല്ല എന്നുള്ളതാണ് അതിൽ കാണേണ്ടത്. കാരണം പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം അത് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കാണേണ്ടതില്ല. കാരണം ആ പദ്ധതിയുടെ ഭാഗമാകുന്നത് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചേർന്നാണ് ആ ഭക്ഷണം എത്തിക്കുന്നത് പോലും. അത് വിതരണം ചെയ്യുന്നതിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കാണുന്നില്ല. അവിടെയുള്ളവർക്ക്, അവർക്ക് ആ ആശുപത്രിയിലുള്ള രോഗിക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാർ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുകയാണ്, മറ്റൊന്നും ചോദിക്കുന്നില്ല. അവർ ഏത് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവർ എന്തിനെ പിന്തുണയ്ക്കുന്നുവെന്നോ എന്നുള്ളതൊന്നും ചോദിച്ചല്ല അവിടെ ഭക്ഷണം നൽകുന്നത്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു. അവർക്ക് ഈ വയറെറിഞ്ഞിരിക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു തൃപ്തി മാത്രമാണ് ഇതിൽ അവർക്ക് ലഭിക്കുന്നത്, ഈ ഡിവൈഎഫ്ഐക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയെ പൂർണ്ണമായും തകർക്കുക, അതിന് ഈ പറയുന്നത് പോലെ തന്നെ അജിം ഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കാലങ്ങളിലും ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഇതാദ്യമായിട്ടല്ല ഈ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിക്കെതിരെ ഈ രീതിയിൽ നേതാക്കളൊക്കെ രംഗത്തെത്തുന്നത്. പക്ഷെ അത് ഒരു ഘട്ടത്തിലും അത് പരാജയപ്പെട്ടില്ല, തകർന്നില്ല. കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ പേർക്ക് ഭക്ഷണം നൽകി അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിലവിലുള്ള ആശുപത്രികളിൽ ഇവർ അധികാരത്തിൽ ഏറിയതിനു ശേഷമുള്ള അവസ്ഥ എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതുപോലും ആശുപത്രിയിലെ നിലവിലുള്ള സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ആശുപത്രികൾ പോലും താറുമാറാകുന്ന ഒരു അവസ്ഥയിലാണ് കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഇനി അവർക്ക് സൗജന്യ ഭക്ഷണം കൂടി നൽകുമെന്ന് പറയുന്നത്. നൽകും എന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ആ രീതിയിൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പദ്ധതി, ആ പദ്ധതിയെ എന്തിന് തകർക്കുന്നു? കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചോട്ടെ, അവിടെ ആ രീതിയിൽ ഭക്ഷണം നൽകിക്കോട്ടെ. അതിനൊപ്പം നിലവിൽ അവിടെ രോഗികൾക്കുള്ള കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി നൽകുന്ന ഭക്ഷണം, അതിനെ എന്തിന് തടയുന്നു? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൽ പൂർണ്ണമായും രാഷ്ട്രീയം മാത്രമാണ് ആരോഗ്യമന്ത്രി കണ്ടിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളത് ഇതിൽ അടിവരയിടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണ്, ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി, പൊതിച്ചോർ പദ്ധതി, അത് നിർത്തലാക്കുക. അതിന്റെ ഭാഗമായി തന്നെയാണ് സർക്കാർ ഈ രീതിയിൽ ഒരു നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് ഡിവൈഎഫ്ഐ എന്നതിനപ്പുറത്തേക്ക് ഒരു ജനകീയ പ്രക്ഷോഭമായി മാറും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അജിം ഷാദ്. തീർച്ചയായും ഷീജ, അതായത് ഡിവൈഎഫ്ഐ അത് സമാനമായ രീതിയിൽ ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഈ പാവങ്ങൾക്ക് ഇത്തരം ഭക്ഷണം കൊടുക്കുന്നത് കേവലം ഒരു ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. അത് തിരിച്ചറിയുന്ന ഒരു വിശാല രാഷ്ട്രീയമാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെക്കുന്നത്. കാരണം പലരുടെ അടുത്തു നിന്നും ശേഖരിക്കുന്ന പൊതിച്ചോറുകൾ, അതാണ് ഇവർക്കായി എത്തിച്ചു കൊടുക്കുന്നത്. അത് മുടങ്ങാതെ ചെയ്യുന്നു. ആ മെക്കാനിസം അങ്ങനെ പോകണമെങ്കിൽ നല്ല ഒരു മെഷീനറിയുള്ള പാർട്ടിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, സംവിധാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ പ്രസക്തി അടിവരയിടുന്നത്. പക്ഷേ ഇതിനെ മുടക്കാൻ കക്ഷി രാഷ്ട്രീയ മനസ്സ് വെച്ച് ഏതെങ്കിലും കപട ചിന്തയുമായി ഇവിടെ എത്തിയാൽ അതിന് വഴങ്ങിക്കൊടുക്കില്ല. ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റ്
തിന്മയ്ക്കെതിരെ ഗർജിക്കുന്ന പാരമ്പര്യം, പരിശീലനം ഡിവൈഎഫ്ഐക്കുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ, നമുക്കറിയാമല്ലോ അത്. തീർച്ചയായും പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനം തന്നെയാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അതും എന്നും സാധാരണക്കാർക്ക് വേണ്ടിയും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ജനകീയമായിട്ടുള്ള ഇടപെടൽ നടത്തിയും തന്നെയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം. യുവജനങ്ങൾക്ക് വേണ്ടി യുവജന പ്രസ്ഥാനമാണെങ്കിൽ പോലും എല്ലാ ജനകീയമായിട്ടുള്ള ആവശ്യങ്ങളിലും കൃത്യമായ രീതിയിൽ ഇടപെട്ട് പോരാടി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ടുള്ള ആ പോരാട്ടം ഈ പൊതിച്ചോറിന്റെ വിഷയത്തിലും തുടരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ജംഷാദ്, നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം 40,000 പേർക്ക് ദിനേന, അതും 2017 മുതൽ മുടങ്ങാതെ നൽകുന്ന ഒരു പദ്ധതിയാണ്. നേരത്തെ അത് ഷീജ വളരെ വിശാലമായി സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പൊതിച്ചോറ് വിതരണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് രോഗികൾ, സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമാണ്. ഇതിൻ്റെ ഈ വയറെരിയുന്നവരുടെ മിഴി നിറയരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹൃദയപൂർവ്വം എന്ന പദ്ധതി, ഈ പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ തുടങ്ങുന്നത്. 2017 തുടങ്ങുന്ന ഒരു പദ്ധതി ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതിക്കെതിരെ എന്തിനാണ് ജി സുധാകരൻ രംഗത്തെത്തുന്നത്? അതിൻ്റെ ചുവട് പിടിച്ച് എന്തിനാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണത്തിനെതിരായി സംസാരിക്കുന്നത്? നമുക്കറിയാം ഒറ്റപ്പെട്ട തലത്തിൽ ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന നിരവധി സംഘടനകളുണ്ട്. പക്ഷേ കൃത്യവും ഭദ്രവും സൂക്ഷ്മതയോടെയും നിരന്തരവും വിശാല അർത്ഥത്തിലും ഇത് 2017 മുതൽ വിതരണം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ മാത്രമാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ പദ്ധതി, ഈ ജനകീയമായ പദ്ധതി, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതി, അത് തടസ്സപ്പെടുത്തണം എന്ന ഒറ്റ ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജി സുധാകരൻ പെട്ടെന്നൊരു നിമിഷം പൊതിച്ചോറിനെതിരെ രംഗത്ത് വരുന്നു, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനെതിരെ രംഗത്ത് വരുന്നു. നോക്കൂ, ജി സുധാകരൻ ഇടത് പക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ CPIM ഉള്ള ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി വിടുന്നതിന് മുമ്പ് ഈ പൊതിച്ചോറ് വിതരണത്തെ ശ്ലാഘിക്കുകയും ഇതിൻ്റെ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുകയും ചെയ്ത ആളാണ്. അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട്. ആ ആളാണ് പെട്ടെന്ന് ഈ വർഗരാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറുമ്പോൾ സ്വഭാവം മാറുന്നത്. അതിനുശേഷം ഈ ഹൃദയപൂർവ്വം പദ്ധതി അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നായി മാറുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VK സനോജ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സനോജ്, ഡിവൈഎഫ്ഐക്കെതിരാണ് ഈ പ്രസ്താവന. മാത്രമല്ല പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഈ പദ്ധതിയെ എതിർക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടിയടയാളത്തോടു കൂടിയാണ്. ജി സുധാകരൻ പറയുന്നു, കെ മുരളീധരൻ ഇതാ ശരിവെക്കുന്നു, അത്തരത്തിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി. എന്താണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്? അത് ഇപ്പൊ അവര് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഇടപെടലിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഈ പൊതിച്ചോറിന്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ എന്താ പ്രശ്നം? കഴിഞ്ഞ 10 വർഷമായിട്ട് ഡിവൈഎഫ്ഐക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അംഗീകാരം, അതാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പൊതിച്ചോറിനെതിരെ വളരെ ഹീനമായിട്ടുള്ള അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പ്രസ്താവന നടത്തി. അതിനെ തുടർന്ന് ഇപ്പോ ഇവിടെ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള വലതുപക്ഷ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ള കുറെ ആളുകൾ, ഇവരെല്ലാം ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇതിനെ തകർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞങ്ങള് കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിൽ മറ്റ് പൊതുസമൂഹം കരുതുന്ന എല്ലാവരുടെ ഇടയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ശേഖരിച്ച് ഇതിന് രാഷ്ട്രീയമായിട്ടൊരു ലേവലും ഇല്ലാതെയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ അവിടെ വിതരണം ചെയ്യുന്നത്. ഞങ്ങൾ നിരവധി പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോഴും ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. സഖാവ് DS-ന്റെ ഭൗതിക ശരീരം അന്ന് ആലപ്പുഴയിൽ പൊതുദർശനം വെക്കുമ്പോൾ ആ ആലപ്പുഴയിൽ ഉണ്ടായ ജനാരവം നമുക്കറിയാലോ. പക്ഷെ ആ ദിവസവും നമ്മുടെ സഖാക്കൾ രാവിലെ ഇറങ്ങി പൊതിച്ചോറ് ശേഖരിച്ച് കൃത്യമായി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടാണ് മറ്റ് സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുത്തുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ വെട്ടേറ്റ് മരിച്ച സന്ദർഭത്തിൽ ആ മേഖലാ കമ്മിറ്റിയിൽ നിന്ന് തൃശ്ശൂരിൽ അവര് ഭക്ഷണപ്പൊതി ശേഖരിച്ച് അവിടെ കൊടുത്ത അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ ഘട്ടത്തിൽ, നിപ്പയുടെ ഘട്ടത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആ കാര്യങ്ങൾ 10 വർഷമായി പോവുകയാണ്.
അപ്പൊ അതിലെവിടെയാണ് രാഷ്ട്രീയം? യഥാർത്ഥ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇതിനെതിരായിട്ട് പ്രസ്താവന നടത്തുന്നവരാണ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത്. ഇത് വിശപ്പിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും ഞങ്ങളെതിരല്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഡിവൈഎഫ്ഐക്ക് മുന്നോട്ട് വരേണ്ടി വന്നത്. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ നടപ്പാക്കി എല്ലാവർക്കും ഉച്ചഭക്ഷണം സർക്കാർ ഉറപ്പിച്ചാൽ പിന്നെ ഡിവൈഎഫ്ഐക്ക് ഉത്തരവാദിത്വം എടുക്കേണ്ടി വരില്ല. പക്ഷെ ഇന്നിപ്പോ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പദ്ധതി തുടരും. അത് ആര് വിചാരിച്ചാലും അതിനൊന്നും തടയാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഈ സന്നദ്ധ പ്രവർത്തനവും സേവന പ്രവർത്തനത്തിനൊന്നും ആരുടെയെങ്കിലും അനുവാദമൊന്നും വേണ്ടല്ലോ. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തി കളയാം എന്ന് ധരിച്ചാൽ അത് വല്ലാത്ത വ്യാമോഹമാണ്. അതൊന്നും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, അങ്ങേയറ്റം ഹീനമായ നിലപാടാണ്. നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മുരളീധരനെ പോലുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ ശക്തമായി പ്രതിരോധിക്കും. ശരി, ഞാൻ സനോജ്, ഞാൻ തിരിച്ചെത്താം. ജെയിംസ് ഷാമുവേൽ ഡിവൈഎഫ്ഐ നേതാവ് എത്തുകയാണ്. ശ്രീ ജെയിംസ് ഷാമുവേൽ, താങ്കളുടെയൊക്കെ തട്ടകത്തിൽ നിന്നാണ് ആദ്യം ഇത്തരത്തിലൊരു വിമർശനം എത്തുന്നത്, മനസ്സിലായില്ലേ? അതായത് വർഗരാഷ്ട്രീയം വിട്ട് മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറിയ ജി സുധാകരനാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു തുടക്കം പറയുന്നത്, ഈ പദ്ധതി വേണ്ട എന്ന്. പിന്നീട് ആ വിഷ ആശയം ഇതാ UDF സർക്കാരും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഷാമുവേലിന് പറയാനുള്ളത്? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിനകത്ത് ഉയർന്നു വരുന്ന UDFൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തുമാത്രം അപകടകരവും അപമാനകരവുമാണെന്നുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു ദിവസക്കാലം 2500-ലധികം വരുന്ന ഭക്ഷണപ്പൊതികളാണ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നത്. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ തങ്ങളുടെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് നിരവധിയായി വരുന്ന സഖാക്കളാണ് ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ. അതിൻ്റെ ഒരു ക്രമീകരണമെന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിച്ച് 2 ദിവസക്കാലം മുമ്പ് തന്നെ വീട് കയറി ഓരോ വീട്ടിലും കിട്ടുന്ന ഭക്ഷണപ്പൊതിയുടെ എണ്ണം എഴുതി വാങ്ങി അതിനുശേഷം അന്നേ ദിവസം പൂർണ്ണമായും ഇത് കളക്ട് ചെയ്ത് രാവിലെ 7 മണി മുതൽ ഇറങ്ങി കളക്ട് ചെയ്ത് 11:30-12 മണിക്ക് മുമ്പായി മെഡിക്കൽ കോളേജിനകത്ത് വിതരണം ചെയ്യുന്നതാണ്. ഇതിങ്ങനെ മഹത്തായ ഒരു പ്രവർത്തനമാണ്. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഞങ്ങൾ നടത്തുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നിർത്തലാക്കണമെന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിനായ മനുഷ്യരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ വിഷമത്തോടെയായിരിക്കും അവർ ഞങ്ങളെ വിളിക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ട് ഭക്ഷണം എടുക്കാൻ വന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണപ്പൊതി ഉള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അവർ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളുടെ ഈ ഭക്ഷണം തരുന്നത് ഞങ്ങൾക്ക് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയില്ല. അതിന് ഡിവൈഎഫ്ഐ ഒരു മാർഗമാണ്. ആ മാർഗം തെളിയിക്കുന്ന ഡിവൈഎഫ്ഐയെ ഞങ്ങൾ വലിയ രൂപത്തിൽ കാണുകയാണ്. ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരുടെ നന്മയാണ് കേരളത്തിലെ കോൺഗ്രസും UDFും മുരളീധരനും ജി സുധാകരനും ചേർന്ന് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല, വണ്ടാനം മെഡിക്കൽ കോളേജിൽ മാത്രം ഡിവൈഎഫ്ഐ ഒരു ദിവസം 10 യൂണിറ്റ് ബ്ലഡാണ് ദാനം ചെയ്യുന്നത്. ഇങ്ങനെ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ കെ മുരളീധരനും UDFും ഈ ഗവൺമെൻറ്റും രക്തം ദാനം ചെയ്യുമോ? എവിടെ നിന്ന് കൊടുക്കാൻ കഴിയും? ഇനി ഭക്ഷണം കൊടുക്കുക, ഇപ്പോൾ അൺനോൺ പേഷ്യൻ്റ് ഉണ്ട്, നമ്മുടെ എല്ലാ ആശുപത്രികളിലുമുണ്ട്. അൺനോൺ പേഷ്യൻറ്റിന് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല എടുക്കുന്ന ഗവൺമെൻറ്റിനാണ്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞങ്ങൾ ഓരോ ദിവസവും ഇന്നിപ്പോൾ 38 പേർക്കാണ് മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ് ഞങ്ങൾ ഭക്ഷണം കൊടുത്തത്. ആ പണം കൊടുക്കാൻ പോലും ഗവൺമെൻറ്റിനില്ല. നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഉച്ചകഞ്ഞി കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അവരെവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണം കണ്ടെത്തുക? ജി സുധാകരൻ്റെ അധർമ്മ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന, ആ രാഷ്ട്രീയ ഇല്ലായ്മയെ, മനുഷ്യത്വമില്ലായ്മയെ പിന്തുണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ഈ നാടിൻ്റെ മനുഷ്യത്വത്തെയും ഈ നാടിൻ്റെ മാനവികതയും തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ നീക്കത്തെ അനുവദിക്കാനാവില്ല. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ്. ഈ പുണ്യപ്രവൃത്തിയെ തടയുന്നതിലൂടെ
നമ്മുടെ നാടിനകത്തെ മതനിരപേക്ഷ സമൂഹത്തെ കൂടി തകർക്കാനുള്ള ശ്രമമാണ്. ഒരു മതത്തിൻ്റെയോ ഭാഗമായല്ല, ഒരു ജാതിയുടെയും ഭാഗമായല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമായല്ല. രാഷ്ട്രീയത്തിലുള്ളവരും ഇല്ലാത്തവരും, മതമുള്ളവരും മതമില്ലാത്തവരും, വിശ്വാസമുള്ളവരും എല്ലാവരും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേരുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. ആ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മാനവികതയെ തകർക്കാനുള്ള നീക്കമാണ്. ആ നീക്കത്തിനെതിരായി തീർച്ചയായും ഞാൻ ജെയിംസ് സാമുവൽ ഞാൻ തിരിച്ചെത്താം. രജനീഷ് ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ് ശ്രീ രജനീഷ് ഉണ്ണിത്താൻ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഈ പൊതിച്ചോറുകളെ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? എന്ത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ? എന്തിനാണ് UDF സർക്കാരിനും കെ മുരളീധരനും ഇതിനോട് ഇത്ര അസഹിഷ്ണുത? നോക്കൂ അജിംഷാദെ, ഇതിനകത്ത് ആർക്കും ആരെയും പേടിയും ഭയവും ഒന്നുമില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയെ സംബന്ധിച്ച് ഞങ്ങൾ നിരവധിയായ സ്വാന്തന പ്രവർത്തനങ്ങൾ, അത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും മറ്റ് പല പ്രദേശങ്ങളിലും സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളാരും അവിടെ അതിൻ്റെ മേൽക്കൈ എടുക്കുവാനോ അതിൻ്റെ കൊടി കെട്ടി പരിപാടി നടത്തുവാനോ അങ്ങനെയൊന്നും ശ്രമിക്കാറില്ല. ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട്, പൊതിച്ചോറല്ല, എന്ത് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായാലും അതുമായി ബന്ധപ്പെട്ട് ആരും എതിരല്ല. അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആയാൽ പോലും ഈ പറയുന്ന ആളുകളൊന്നും അതിനെതിരല്ല. പക്ഷേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കറിയാമല്ലോ. കേരളത്തിലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധിയായ രോഗികൾ ആശ്രയിക്കുന്നു, സാധാരണപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലാണ്. അവിടേക്ക് വരുന്ന രോഗികൾ പല അസുഖങ്ങളും ഉള്ളവരുണ്ട്, പല ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ട്, പല മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്, പല രീതിയിൽ ആരോഗ്യ ക്രമീകരണം നടത്തുന്നവരൊക്കെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളത് പറയുന്നത് ആ ഭക്ഷണത്തിനൊരു ക്രമീകരണം ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ടൊരു സർക്കാർ സംവിധാനങ്ങളുടെ മേൽനോട്ടം ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് അത് ഏത് സംഘടനകളായോ, ഇപ്പോൾ DYFI കൊടുക്കുന്നുണ്ടോ, അല്ലെ യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്നുണ്ടോ, അല്ലെ KSU കൊടുക്കുന്നുണ്ടോ, SFI കൊടുക്കുന്നുണ്ടോ, അങ്ങനൊന്നുമല്ല. അതൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു ക്രമീകരണങ്ങൾ ഉണ്ടാവണം. അത് സർക്കാർ സംവിധാനം കഴിഞ്ഞ 10 വർഷമായി പരാജയമായിരുന്നു എങ്കിലും ഇനിയുള്ള സർക്കാർ സംവിധാനം അത് ഉണർന്നു പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള രീതിയിലേക്ക് മാതൃകാപരമായി ആലപ്പുഴ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സംവിധാനം തുടക്കുന്നത് എന്നുള്ളതാണ്. അതിനെ വളരെ സ്വാഗതാർത്ഥമായാണ് നമ്മൾ കാണേണ്ടത്. കമ്മ്യൂണിറ്റി കിച്ചണിൽ ആർക്ക് ഏത് സംഘടനയ്ക്ക് വേണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ അത് എത്തിക്കാം. അതുമായി ബന്ധപ്പെട്ടൊരു സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം അത് രോഗികളിലേക്ക് എത്തുമ്പോൾ അതല്ലേ സുതാര്യമാണെന്ന് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരെയാണ് കൈക്ക് പിടിച്ചിട്ടുള്ളത്, ആരെയാണ് വിലങ്ങ് ഇട്ടിട്ടുള്ളത്? ഈ പറയുന്ന കെ മുരളീധരനെ സംബന്ധിച്ചോ അല്ലെ കെ കരുണാകരനെ സംബന്ധിച്ചോ ഒക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ വളരെ വിശദമായി തന്നെ വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർക്കറിയാം അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതുപോലെ ഒരു ദീർഘവീക്ഷണമുള്ളൊരു ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ആരോഗ്യ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ നമുക്കറിയാമല്ലോ. ആ വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അത് എല്ലാ കാര്യത്തിലും സുതാര്യമായ ഒരു ദൗത്യം എന്നുള്ള രീതിയിലാണ് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ വലിയ വിവാദത്തിലേക്ക് പോകേണ്ട, കൊടിതോരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പൗണ്ടിൽ, അതായത് ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ കൊടിതോരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ മാത്രം അതിനെ ആ രീതിയിൽ കാണുന്നവരായി മാറുന്നത് കൊണ്ടും ആ പബ്ലിസിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പ്രതികരണം ഉണ്ടാകുന്നത്? ഞാൻ തിരിച്ചെത്താം. നമുക്ക് ആദ്യ റൗണ്ടിൽ എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കാമല്ലോ. ശ്രീ MJ ശ്രീധരൻ, അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ആർക്കും കൊടുക്കാം. ഉച്ചക്കഞ്ഞി വർഷങ്ങളായി മുടങ്ങാതെ ബിരിയാണി അടക്കം സ്കൂളുകളിൽ നൽകിക്കൊണ്ടിരുന്ന ഉച്ചക്കഞ്ഞി പദ്ധതി ഉണ്ടല്ലോ, അതുപോലും മുടങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് പുതിയതായി ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്നത്. അത് വിശ്വസിച്ചതുപോലെ തന്നെ MJ ശ്രീധരൻ, എന്തായിരിക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശം? എന്താണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം? യഥാർത്ഥത്തിൽ കേരളത്തിലെ മനുഷ്യരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിലപ്പുറം വേറെ ലക്ഷ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരുന്ന സമയത്ത് പരസ്പരം ചിലപ്പോൾ തങ്ങൾക്ക് എതിർ തോന്നുന്ന രാഷ്ട്രീയ കക്ഷികളോട് ഇത്തരത്തിൽ പെരുമാറുക എന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സാധാരണ മനുഷ്യരുടെ അന്നം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു കലാപരിപാടി കേരളം കാണുന്നത് വളരെ അത്യപൂർവമായ ഒരു സമയത്താണ്. തീർച്ചയായിട്ടും അതിന് കോൺഗ്രസ്സിന് മാത്രമേ ധൈര്യം വരൂ. 1,00,000-ഓളം മനുഷ്യർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു
മാനവികതയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനതയും ഒരു സമയത്ത് ഇന്നത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഒരു തവണ കാസർഗോഡുള്ള ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞത്, നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരെ കണ്ടു പഠിക്കണം, അവർ പൊതിച്ചോറ് നടത്തുന്നതിനെക്കുറിച്ച്, കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വീഡിയോ ഇപ്പോഴും ലഭ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ തന്നെ ഒരു സമയത്ത് പലരും പ്രധാനപ്പെട്ട നേതാക്കളും ഡിവൈഎഫ്ഐ അഭിനന്ദിച്ചൊരു കാര്യമാണിത്. കാരണം ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമല്ലുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ പറയും ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല, മറിച്ച് മാനവികതയുടെ രാഷ്ട്രീയമാണ്. മനുഷ്യൻ്റെ വിശപ്പ് കാണുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിൻ്റെ മുകളിൽ കേരളത്തിൽ നടന്ന എക്കാലത്തെയും വലിയ ഏറ്റവും ഗംഭീരമായ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന വലിയ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ വലിയൊരു പദ്ധതി എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് പറയുന്നതിനെ ഏതെങ്കിലും നിലയ്ക്ക് തടസ്സപ്പെടുത്താൻ ഒരു ഭരണകൂടത്തിന് തോന്നുക എന്ന് പറയുന്നത്, ഒരു ഭരണകൂടത്തിൽ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മനുഷ്യത്വത്തിൻ്റെ ലവലേശം പോലും ഇല്ലാതായി പോകുന്നതിൻ്റെ വളരെ പ്രാഥമികമായ ലക്ഷണമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴാണ് കറണ്ട് പോകുകയെന്ന് എനിക്കറിയില്ല. ഇന്ന് കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കറണ്ട് പോവാം. ഉച്ചക്കഞ്ഞി വിതരണം തടസ്സപ്പെടുന്നുണ്ട്. 1000 രൂപ വീതം സ്ത്രീകൾക്ക് കൊടുത്തിരുന്നത് തടസ്സപ്പെടുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലേക്ക് കിട്ടേണ്ട മരുന്നുകളുടെ തടസ്സത്തെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. KSRTC ജീവനക്കാരുടെ ശമ്പളം തടസ്സപ്പെടുന്നുണ്ട്. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നം കേരളത്തിലുണ്ട്. ഇതൊന്നുമല്ല കേരളത്തിലെ ഭരണകൂടത്തിന് പ്രധാനപ്പെട്ട വിഷയമായി തോന്നുന്നത്. എല്ലാ ദിവസവും 1,00,000 മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നു, അതെങ്ങനെയെങ്കിലും ഒന്ന് അന്നം മുട്ടിക്കണം. അതാണ് ഇന്ന് കേരള ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് വരുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന ഈ പ്രൊജക്റ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എത്രയോ ഹൃദയം ദ്രവീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു കത്ത് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ വീട്ടിലെ മുതിർന്നവരാരുമില്ല, ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, രുചി കുറവാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിഞ്ചു കുഞ്ഞിൻ്റെ കത്ത് വന്നത് ഒരു തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ എത്രയെത്രയോ സാധാരണ മനുഷ്യർ, കുരുന്നുകൾ, വളരെ സാധാരണ മനുഷ്യർ, ഇത് യഥാർത്ഥത്തിൽ ആരാണ് ചോറ് കൊടുക്കുക? നമുക്ക് ആലോചിച്ചാൽ അറിയാം. മെഡിക്കൽ കോളേജിൽ വരുന്നവരുടെ ദുഃഖം, വിശപ്പ് അനുഭവിച്ചവനെ വിശപ്പിൻ്റെ ദുഃഖം അറിയൂ അജിംഷാദ്. വിശപ്പ് അറിയുന്നവരാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന 2-3 ആളുകളുണ്ടെങ്കിൽ ഒരു പൊതി ചോറ് കെട്ടാനും കൂടിയുള്ള അരി ഇട്ട് ഉണ്ടാക്കി വീട്ടിലുള്ള മിനിമം ഭക്ഷണം പൊതിഞ്ഞ് കൊടുക്കുന്ന പരിപാടിയായി പൊതിച്ചോറ്. ഈ പൊതിച്ചോറിൻ്റെ അവിടെ ഇപ്പം പറയുന്നത് വളരെ വിചിത്രമായൊരു ന്യായമാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമ്പോൾ ഇതിനകത്ത് സുതാര്യത വരുന്നു എന്നാണ്. എന്താണ് ഇതിലെ സുതാര്യതയുടെ പ്രശ്നം? ഇതുവരെ DYFI കൊടുക്കുന്ന പൊതിച്ചോറിലെ സുതാര്യതയെ പറ്റി ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ്? ഇത് പൈസ പിരിച്ച് നടത്തുന്ന ഒരു പരിപാടിയല്ല. പൈസ പിരിച്ച് നടത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ പല പ്രവർത്തനങ്ങളുടെയും സുതാര്യതയുടെ കാര്യമൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇത് പൈസ പിരിച്ചുള്ള പരിപാടിയല്ല. എല്ലാ വീട്ടിൽ നിന്നും ദിവസേന ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടുവരുന്നു, അത് വിതരണം ചെയ്യുന്നു. എന്ത് സുതാര്യത പ്രശ്നം ഇതിനകത്തുള്ളത്? പ്രശ്നം ഒന്ന് മാത്രമാണ്, DYFIയുടെ കൊടി കാണുന്നു. DYFIയുടെ കൊടി കാണുമ്പോൾ എന്താണ് പ്രശ്നം? ഇത്രയേ ഉള്ളൂ പ്രശ്നം. പണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടുപഠിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഈ കാര്യം കണ്ടുപഠിക്കാൻ കഴിയുന്നില്ല മറ്റ് സംഘടനകൾക്ക്. എങ്കിൽ അത് ആ സംഘടനകളുടെ വീഴ്ചയാണ്. അത് പുനഃപരിശോധിക്കണം. ഞാൻ കരുതുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും, എല്ലാ സാമൂഹ്യ സംഘടനകളും DYFIയുടെ ഈ പ്രവർത്തനത്തെ മാതൃകയാക്കണമെന്നും, ഇത്തരത്തിൽ ഈ നാട്ടിൽ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഒരു നേരവും ഇല്ലാതിരിക്കുന്നതിനേക്കാളും വലിയ കാര്യം എന്താണുള്ളത്? ഞാൻ അറിയുന്നൊരു കാര്യമുണ്ട്. DYFI കൊടുക്കുന്ന ഈ പൊതിച്ചോറുണ്ടല്ലോ, ഇത് ചില സമയത്ത് അവിടെ വന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ, ചില ആളുകൾ ഹോസ്പിറ്റലിൽ വന്നവർ മാത്രമല്ല, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത എത്രയോ മനുഷ്യർ അവിടെ വന്ന് പലപ്പോഴും അവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ മനുഷ്യർ കേരളത്തിൽ ഉണ്ടാകും, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ വഴിയില്ലാത്തവർ, നമുക്കറിയാത്തവർ, നമ്മുടെ ഒരു തരം പരിഗണനയിലും പെടാത്തവർ, അവർ പോലും വിശന്നിരിക്കരുത് എന്നൊരു സംഘടനയ്ക്ക് അത്തരം ഒരു കരുതൽ ഉണ്ടാവുന്നു. ആ കരുതൽ വെറുതെ ഒരു കരുതലല്ല. വർഷങ്ങളോളമായി, 9 വർഷത്തോളമായി തുടർച്ചയായി കേരളത്തിലുടനീളമുള്ള ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ DYFIയുടെ പ്രവർത്തകർ എല്ലാ ദിവസവും നടത്തുന്ന ഒരു മഹാപ്രയത്നമായി അത് രൂപപ്പെടുന്നു. അപ്പോൾ പറയാണ് സുതാര്യതയ്ക്കൊരു എന്താ സുതാര്യതയുടെ പ്രശ്നം? ഇന്ന് മുരളീധരൻ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അല്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നും പറയാനില്ല. പരാതി എന്താണെന്ന് വെച്ചാൽ, ഈ കൊടി വെച്ചതിനെ പറ്റിയൊക്കെ ചില പരാതി ചിലർക്കുണ്ട്. ആർക്കാ പരാതി ഉള്ളത്? G. സുധാകരൻ അല്ലാതെ വേറെ ആരെങ്കിലും കേരളത്തിൽ DYFIയുടെ കൊടി അവിടെ കണ്ടതുകൊണ്ട് വിശന്ന് വരുന്ന മനുഷ്യനെന്താ പ്രശ്നം? പൊതിച്ചോറ് വാങ്ങാൻ വരുന്നവന് DYFIയുടെ കൊടിയല്ല എന്തു കൊടിയുണ്ടെങ്കിൽ എന്താ പ്രശ്നം?
ഇനി അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഡിവൈഎഫ്ഐയുടെ കൊടി കൊണ്ടത് മാത്രം കേരളത്തിൽ എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇടതുപക്ഷം വീണ്ടും ഭരിക്കണമല്ലോ. അതുകൊണ്ടൊന്നും വോട്ടൊന്നും വരില്ലെന്നേ. വെറുതെ അത് വോട്ടിന് വേണ്ടി ചെയ്യുന്ന പണിയുമല്ല ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ വോട്ടിന് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലല്ലോ. ഡിവൈഎഫ്ഐ ഒരു യുവജന സംഘടനയാണ്. അതുകൊണ്ട് മാത്രം വോട്ടും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് മനുഷ്യരുടെ വയറ് നിറച്ചതിന്റെ സന്തോഷമാണ്. അതറിയണമെങ്കിൽ സോദരത്വേന എന്ന മൂല്യം അറിയണം. സാഹോദര്യം എന്ന മൂല്യത്തിന്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവൂ. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ എന്നാ ശരിക്കും അർത്ഥം, വാക്കിന്റെ അർത്ഥം. പക്ഷെ അതിനേക്കാൾ വലിയൊരു അർത്ഥം സഹോദരൻ സഹോദരി എന്ന വാക്കിനുണ്ട്. ആ അർത്ഥം എന്ന് പറയുന്നത് ഒരേ ഉദരത്തിൽ നിന്ന് ജനിക്കണമെന്നില്ല എനിക്ക് സഹോദരനോ സഹോദരിയോ ആവാൻ. ഒരേ ഉദരത്തിന്റെ വികാരമായ വിശപ്പും ദാഹവും പങ്കിടുന്ന മുഴുവൻ മനുഷ്യർക്കും തമ്മിൽ ഒരു സാഹോദര്യം സാധ്യമാണ് എന്നതാണ്. ഒരേ വയറിന്റെ വികാരമായ വിശപ്പും ദാഹവും പങ്കിടുന്ന മുഴുവൻ മനുഷ്യരുമായുള്ള സാഹോദര്യം, അതിനെയാണ് ഒരു സംഘടന ഉയർത്തിപ്പിടിക്കുന്നത്. അതിനാ സംഘടനയെ അഭിനന്ദിക്കുന്നതിന് പകരം, ആ സംഘടനയെ മറ്റുള്ളവർ കൂടി മാതൃകയാക്കണമെന്ന് പറയുന്നതിന് പകരം, ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രോത്സാഹനവും നൽകുന്നതിന് പകരം ഒരു ഭരണകൂടം ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു സുതാര്യമല്ല എന്നങ്ങ് പ്രസ്താവിക്കുകയാണ്. എന്നിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ആരാ എതിർ? കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാം, കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനങ്ങൾ നടക്കാം. അതിന് ഇവിടെ ഇത്രയും കാലമായി നടന്നു വരുന്ന എത്രയോ മനുഷ്യരുടെ വിശപ്പ് മാറ്റിയ ഒരു പദ്ധതിക്ക് എന്തിനാണ് തുരങ്കം വെക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതവിടെ നടന്നോളുമല്ലോ. അപ്പൊ അതൊന്നുമല്ല ലക്ഷ്യം. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥക്കകത്ത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു സംഘടന ഒരു പോസിറ്റീവായ, ഒരു ഗുണപരമായ, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തണം. എല്ലാ നിലയ്ക്കും ഈ ഭരണകൂടം അധികാരത്തിലേറ്റതിന് ശേഷം ജനങ്ങളെ ജനോപദ്രവകരമായ പ്രവർത്തനങ്ങൾ ഒരു ലക്ഷ്യമായി കൊണ്ടു നടക്കുകയാണ്. ആ ജനോപദ്രവകരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തണമെന്ന് തോന്നും. അതല്ലാതെ മറ്റൊന്നും, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. വേറെ യാതൊരു ലക്ഷ്യവുമില്ല. പിന്നെ സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ കൊടി കണ്ടാൽ വലിയ പ്രശ്നം. ആരാണ് ഈ പറയുന്നത്? ജി സുധാകരൻ എവിടെയും കൊടി പിടിക്കാത്ത ആളാണല്ലോ. ജി സുധാകരനാണല്ലോ ആദ്യം പറഞ്ഞു. ആരും എവിടെയും കൊടി പിടിക്കാതെയാണോ അദ്ദേഹം വന്നത്? മെഡിക്കൽ കോളേജിലോ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടൊക്കെയാണല്ലോ രംഗപ്രവേശനം. അതൊക്കെ മറന്നുപോയി കാണും. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹം പഴയ കാര്യമൊക്കെ മറന്നുപോയോ എന്നറിയില്ല. ഈ കൊടി കണ്ടാൽ അദ്ദേഹത്തിന് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയത്? ഇപ്പോൾ മുരളീധരൻ എങ്ങനെയാ രാഷ്ട്രീയത്തിൽ വന്നത്? ഇവരാരും കൊടിയൊന്നും പിടിക്കാതെയാണോ രാഷ്ട്രീയത്തിൽ വന്നത്? കൊടി കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് മുരളീധരന്റെ കാര്യത്തിൽ ശരിയാണ്. കാരണം പിതാവ് കരുണാകരനാണല്ലോ, മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ കയറി വന്നതാണ്, ലാറ്ററൽ എൻട്രി ആണ്. അതുകൊണ്ട് ഞാൻ ലാറ്ററൽ എൻട്രി ആണ്. ആ എൻട്രിക്ക് ശേഷം കുറെ കാലം കോൺഗ്രസ് അദ്ദേഹം ആ രാഷ്ട്രീയമൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട, അതൊക്കെ പോട്ടെ, എന്തോ ആവട്ടെ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, മനുഷ്യരുടെ വയറ്റത്തടിക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ ലക്ഷ്യമാവരുത്. അതെ. ഞാൻ ജെയിംസ് ഷാമുവലിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രജനീസ് ഉണ്ണിത്താൻ, ഇതാണ് ഇതിൻ്റെ വിഷയം. നിങ്ങൾ കാണുന്നത് ജനങ്ങൾ ഏത് തരത്തിലാണ് വീക്ഷിക്കുന്നത് എന്ന് നോക്കണം. കാരണം ഇത് 40,000 പേർക്ക് ഒരു ദിവസം ആലോചിച്ച് നോക്കണം, 2017 മുതൽ. അപ്പോൾ ഈ ഇങ്ങനെ 1,00,000 പേർക്ക് കൃത്യമായി അന്നം നൽകുന്നു. നേരത്തെ ഇവിടെ ശ്രീചിത്രം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ആ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണം പലരും ഒരു പൊതി വാങ്ങിക്കൊണ്ട് പോവുകയും അതിനുശേഷം ഉച്ചയ്ക്ക് പകുതി കഴിക്കുകയും പകുതി രാത്രിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ടെന്നറിയാമോ? ഇവരുടെ ഒക്കെ അന്നത്തിലേക്കാണ് മണ്ണ് വാരിയിടുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ, അത് സമഗ്രമായി നടത്തിക്കൊള്ളൂ. പക്ഷേ എന്തിനാണ് അതുവരെ എങ്കിലും ഈ പദ്ധതിക്കെതിരെ നിങ്ങൾ ചലിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല. കമ്മ്യൂണിറ്റി കിച്ചൺ സമൃദ്ധമായി എല്ലാവർക്കും ഉണ്ട്. ഇനി ഒരു സംഘടനകളുടെയും പൊതിച്ചോറ് വിതരണത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. ഇപ്പോഴോ? അപ്പോഴാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക്, വിഷചിന്ത. ശ്രീ രജിൻ, നോക്കൂ അജിംഷാദെ, നിങ്ങൾ ഏത് രീതിയിലേക്കാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നതെന്നും ഏത് രീതിയിലേക്കാണ് സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇന്ന് ലോകത്ത് നമ്മളെല്ലാവരും ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി കഴിഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനാണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ പറയുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെയും പട്ടിണിയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ കഥ പറയുന്നത് കേട്ടു. അത് കോൺഗ്രസിന്
ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല സാർ. കോൺഗ്രസിന് അതിനെപ്പറ്റി അറിയാം. അതാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. 10 വർഷത്തിന് മുമ്പ് കേരളം ഭരിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എത്രത്തോളം ആളുകളെ സ്നേഹിച്ചിരുന്നു എന്നും ആളുകളെ തലോടിയിരുന്നു എന്നുള്ളതിൻ്റെ ബഹുമാന പുരസ്സരമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം ജീവിതത്തിൽ നിന്നും പോയതിനു ശേഷം, അതായത് മണ്ണിൽ നിന്നും പോയതിനു ശേഷം ആളുകൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSUവും അതുപോലെയുള്ള സംഘടനകൾ എത്രത്തോളം കേരളത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹത്തിനും എനിക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെയും വിശപ്പിൻ്റെയും ഒക്കെ കാര്യം ഞങ്ങളോട് പറയേണ്ടതില്ല. അത് പറയേണ്ടത് മുൻ സർക്കാരിനോടൊക്കെയാണ്. SC ഫണ്ട് പോലും, അതായത് പാവപ്പെട്ട SC ഫണ്ട് പോലും മര്യാദയ്ക്ക് കൊടുക്കുവാൻ പറ്റാതെ ആ ആളുകളെ പോലും സമ്മർദ്ദത്തിലാക്കി മുന്നോട്ട് പോയൊരു ഗവൺമെൻറ് നമുക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അന്നൊക്കെ അദ്ദേഹത്തിനെ പോലെയുള്ളവർ ഇതുപോലെയുള്ള വലിയ വലിയ വായിൽ വലിയ വർത്തമാനമൊക്കെ ആയിട്ട് ആ സർക്കാരിനെ വിമർശിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തോൽവി ഏറ്റെടുത്ത് 35 സീറ്റുമായി പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM-ഉം LDF-ഉം മാറുകയില്ലായിരുന്നു. അതെ, ഞങ്ങൾ 10 കൊല്ലം കോർപ്പറേഷനാണ്. അജിംഷാദെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം മനുഷ്യന്റെ വിശപ്പിനെ പറ്റിയും മനുഷ്യന്റെ പ്രശ്നങ്ങളെ അതായത് ഭക്ഷണം നൽകിയാൽ വിശുദ്ധനാകും, വിശക്കുന്നവന് ഭക്ഷണം നൽകിയാൽ വിശുദ്ധനാകും. പക്ഷേ അവൻ എന്തുകൊണ്ട് പട്ടിണിക്കാരനാണ് എന്ന് അന്വേഷിക്കുന്ന രാഷ്ട്രീയ അന്വേഷണമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. പക്ഷേ ആ ലക്ഷ്യത്തിലെത്തും വരെ നമുക്ക് ഇത്തരം പുണ്യങ്ങൾ ചെയ്തേ പറ്റൂ. നോക്കൂ, DYFI ഈ നൽകുന്ന പൊതിച്ചോറ് വിതരണത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് പറ. ആ ഭാഗമായി ഇന്ന് അജിംഷാദ് ഒരു നിമിഷം എനിക്കിതാ നിങ്ങളിപ്പോൾ ഈ വളരെ വലിയ വിശാലമായി പറയുന്നല്ലോ DYFI-യുടെയും SFI-യുടെയും ഒക്കെ കാര്യം. ആ തിരുവനന്തപുരത്ത് പട്ടത്ത് PSC-യുടെ ആസ്ഥാനത്ത് വലിയ സമരം നടക്കുകയാണ്. എന്താണ്? കഴിഞ്ഞ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട അട്ടിമറി നടന്നുകൊണ്ട് യുവജനങ്ങളെ പ്രതികരിക്കുന്ന സംഘടനയല്ലേ ഈ സംഘടനകൾ അവിടെയെങ്കിലും ഇതുവരെ കാണുന്നില്ലല്ലോ. ഇവരെ പൊടിയിട്ട് നോക്കിയപ്പോൾ ഈ സംഘടനയെ കാണുന്നില്ല. ഇവരെ ആരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്റെ കയ്യിലുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പൊതു മാർഗം നിയമനം നടത്തിയത് കേരളത്തിലാണ്. അതായത് ഇന്ത്യയിൽ നടത്തിയതിന്റെ ഏതാണ്ട് 60% നടത്തിയത് കേരളത്തിലാണ്. അതുകൊണ്ട് അത് വിടൂ രജിൻ, എന്റെ കയ്യിലുള്ള ഡാറ്റയാണ്, ഞാൻ പറയാം. വേണമെങ്കിൽ അത് വിശദമായി 1 മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യാം. പറയട്ടെ. താങ്കളുടെ കയ്യിലുള്ള ഡേറ്റ താങ്കളുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് തന്നെ സംസാരിക്കാം. PSC എന്ന് പറയുന്ന സംവിധാനത്തിൽ കേരളത്തിലെ എല്ലാ ജോലി, അതായത് കേരളവുമായി ബന്ധപ്പെട്ട സർക്കാർ ജോലികളിലെല്ലാം നിയമനം നടത്തുന്ന സംവിധാനമാണ് PSC. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അതറിയത്തില്ലേ? മറ്റ് സംസ്ഥാന പറഞ്ഞോളൂ രജിൻ. അതെ, അതിലേക്കാണ് വരുന്നത്. ഇവിടെ എന്താണ് ആലപ്പുഴയും ആ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ എടുത്തുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ചർച്ച തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കൊടിതോരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോമ്പൗണ്ടിൽ നടത്തുന്ന പരിപാടി ഇതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം ശക്തമായ അതുമായി ബന്ധപ്പെട്ട വിമർശനം, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല പറയുന്നത്. അല്ലാതെ ആരുടെ ആ കൈ പിടിച്ചിട്ടില്ലല്ലോ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ അവകാശമില്ലല്ലോ, നിങ്ങളുടെ ഔദാര്യമല്ലല്ലോ. ശ്രീ ജെയിംസ് ഷാമുവേൽ അതൊക്കെ ചെയ്തു പോകുന്ന സംഘടന ഭാഗമാണ് ഞങ്ങൾ. ശരി, ശ്രീ ജെയിംസ് ഷാമുവേൽ, അതായത് നിങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാം 2017 മുതൽ തുടരുന്നത് പോലെ, നിങ്ങളുടെ കയ്യിൽ ആരും പിടിക്കുന്നില്ല. പക്ഷേ പൊടിതോരണങ്ങളും പോസ്റ്ററും വെച്ച് DYFI ആണ് ഇത് വിതരണം ചെയ്യുന്നതെന്ന് എന്ന് പറയാൻ പാടില്ല എന്നാണ് അത്ര അവരുദ്ദേശിച്ചത്. ഞങ്ങളിപ്പോൾ ഭക്ഷണപ്പൊതി വിതരണവുമായി ബന്ധപ്പെട്ട് എങ്ങും കൊടി ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വിവിധ ഹോസ്പിറ്റലുകളിൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ നടത്തുന്ന ഏത് ഹോസ്പിറ്റലുകൾ പരിശോധിക്കാം. ഒരു കൊടിയും ഞങ്ങൾ വെക്കാറില്ല, ഒരു പ്രചരണവും നൽകാറില്ല. പിന്നെ വാഹനത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ പതാക പിടിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് കൊടുക്കുക. എന്താ യൂത്ത് കോൺഗ്രസ് കൊടുക്കാൻ കഴിയാത്തത്? പിന്നെ യൂത്ത് കോൺഗ്രസ് ചെയ്തതിൻ്റെ പുണ്യപ്രവൃത്തിയെ സംബന്ധിച്ചത് പറഞ്ഞ് ജീവിതത്തിൽ ഇന്ന് വരെ യൂത്ത് കോൺഗ്രസ് ചെയ്തൊരു പുണ്യപ്രവൃത്തി പറ. എന്താ പുണ്യപ്രവൃത്തി? വീട് വെച്ച് കൊടുത്തില്ലേ? അത് മുൻ സംസ്ഥാന അതെ
അതെ, വയനാട്ടിലെ ദുരിതബാധിതർക്ക് പിരിച്ച മുഴുവൻ പണവും കട്ടോട്ട് പോയവരാണ്. മുഴുവൻ പണവും കട്ടോട്ട് പോയി. എന്നിട്ട് ദുരിതാശ്വാസത്തെ കുറിച്ച് പറയുക. അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മഹാമാതൃകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ. ആ മാതൃകയാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. രജിൻ തിരിച്ചെത്താം. ജെയിംസ് ഷാമുവേൽ കഴിയട്ടെ. ഉദാത്തമായ മാതൃകയാണ് നിങ്ങളുടെ പഴയ അധ്യക്ഷൻ. പരസ്യമായ സംവാദത്തിന് തയ്യാറാണോ? അത് നെഹ്റുവിയൻ സോഷ്യലിസത്തിനെതിരാണ്. കാരണം അതിൽ കുറിച്ച് പറയട്ടെ ഷാമുവേൽ. അതിപ്പോ അപ്പൊ എന്താ പ്രയാസം എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വെറുതെ തർക്കം ഉണ്ടാക്കുക. തർക്കമൊക്കെ ഓരോന്ന് പറയാം, ചർച്ചയ്ക്കും തയ്യാറാണ്. ഇപ്പോൾ ഈ ഹൃദയപൂർവ്വത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് വന്ന നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ? DYFIയുടെ പൊതിച്ചോറാണ് പ്രശ്നം. ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ച്, ആരോഗ്യ വിഷയത്തെ സംബന്ധിച്ച്, അവിടുത്തെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മോശാവസ്ഥയെ സംബന്ധിച്ച്, അവിടുത്തെ ഡോക്ടർമാരുടെ കുറവിനെ സംബന്ധിച്ച്, അവിടുത്തെ മരുന്നില്ലാത്തതിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയോ നിങ്ങളുടെ മന്ത്രി? നടത്തിയോ? ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായില്ലല്ലോ. ആകെ പ്രശ്നം എന്താ? മെഡിക്കൽ കോളേജ് DYFI ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു. അതിനെന്താണ് ഈ അസഹിഷ്ണുത? അത് ജി സുധാകരൻ്റെ അസഹിഷ്ണുതയാണ്. ജി സുധാകരൻ 2017 ജൂൺ മാസം 3-ാം തീയതി ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ എഴുതിയ വലിയ ലേഖനമുണ്ട്, വായിച്ചു നോക്കണം. അന്ന് പുണ്യപ്രവർത്തിയ DYFI അല്ല ഒരു സംഘടനയ്ക്ക് നടത്താൻ കഴിയില്ലെന്ന് എന്ന് എഴുതി തീർന്ന ജി സുധാകരൻ ആ നാക്കുകൊണ്ട് തന്നെ പുഴുത്ത വാക്കുകൾ ഇപ്പോൾ കേരളത്തിനകത്ത് ഉപയോഗിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ ഹൃദയപൂർവ്വത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വരെ ആ ഹൃദയപൂർവ്വത്തിൻ്റെ ഭക്ഷണപ്പൊതി വിതരണം ചെയ്തതിൻ്റെ പേരിൽ ഒരോട്ട് ഒരാളോട് ചോദിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? DYFI സമൂഹത്തിൽ ഏറ്റവും സജീവമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിൽ UDFനും കോൺഗ്രസിനും ജി സുധാകരനും ഉണ്ടായ അസഹിഷ്ണുതയാണ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് ഇന്ന് മുരളീധരനിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അത് ജി സുധാകരൻ്റെ ഒത്താശയോടും ജി സുധാകരൻ്റെ മന്ത്രമുതലിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടായത് തന്നെയാണ്. ജി സുധാകരൻ ഇന്നലെ വരെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് വലതുപക്ഷത്തേക്ക് പോയപ്പോൾ ആ വലതുപക്ഷത്തിൻ്റെ എല്ലാ നെറികേടും പേറുന്നയാളായി ജി സുധാകരൻ മാറിയിട്ടുണ്ട്. ഇവിടെ DYFI ഒരു ഘട്ടത്തിലും അതാണ് ശ്രീചിത്രൻ നോക്കൂ, നമുക്ക് വളരെ ലളിതമായി പറയാം. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആമുഖത്ത് സൂചിപ്പിച്ചതുപോലെ, ഈ പച്ചക്കറി ഒക്കെ എന്തെങ്കിലും കേടായാൽ അത് വെട്ടിക്കളഞ്ഞിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ പോഷക സമൃദ്ധിയുള്ള പാലോ മുട്ടയോ ഒക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ ഒന്നാകെ കളയണമെന്നാണ് പറയുന്നത്. കാരണം ഈ പോഷക സമൃദ്ധി ജീർണിച്ചാൽ അങ്ങനെയാണ്. വർഗരാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ജി സുധാകരനും അതിനുശേഷമുള്ള ജി സുധാകരനും പ്രകടമായി ഉദാഹരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എതിരാളികളായ ആരൊക്കെ വരുന്നുവോ അവരെയൊക്കെ ജാതിയും മതവും പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ ശ്ലാഘിച്ചതിൻ്റെ ഭാഗവാക്കായ അഭിമാനം തേടിയ ഇതേ പൊതിച്ചോറ് പദ്ധതി ഇപ്പോൾ അദ്ദേഹത്തിന് ശത്രുതയുടെ മുഖത്താണ് നിൽക്കുന്നത്. എന്താണ് ഒരു വർഗരാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് വഴി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വരുന്ന പ്രകടമായ മാറ്റം എന്ന തീസിസ് തയ്യാറാക്കാവുന്ന ഉദാഹരണമായി ജി സുധാകരൻ മാറി. അതിപ്പോൾ ഈ പോഷകാഹാരം ചീഞ്ഞാൽ എന്നുള്ളതിനേക്കാളൊക്കെ നാട്ടിൽ നല്ല ഉപമയുണ്ട്. നട്ടലുള്ള ആളുകൾ ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതും ആവും എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ആ ഉദാഹരണമൊന്നും പറയുന്നില്ല. വർഗരാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അന്ന് അദ്ദേഹം വർഗരാഷ്ട്രീയത്തെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന വർഗവിരുദ്ധമായ നിലപാടുകൾ വിമർശിച്ചവരോടൊക്കെ അദ്ദേഹം ഇന്ന് ശത്രുതയും കാണിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അനന്തരഫലമാണ് ഇന്ന് അവസാനം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ, ഈ ചളിക്കുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അധികാരം ചോദിച്ചത് നിങ്ങൾ വർഗീയവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പേരിന്റെ പ്രത്യേകത വെച്ച്. അതെ, പേരിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചത് എനിക്കതറിയാം. അതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട് ജി സുധാകരൻ്റേത്. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് എന്തോ ബഹുമതിയിലാണെന്നൊക്കെ തോന്നിയിരിക്കും. പക്ഷെ ഇത്രയും കാലം അദ്ദേഹം പ്രവർത്തിച്ചു വന്ന സംഘടനയിൽ അദ്ദേഹം എന്തായിരുന്നു എന്നതും, യഥാർത്ഥത്തിൽ ഒരു സഖാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് ഏത് നിലയ്ക്കായിരുന്നു എന്നതും ഞാൻ കരുതുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ആത്മവിമർശനത്തിൻ്റെ കണ്ണാടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്നാണ്. അങ്ങനെ അല്ലാതെ ഒന്നും ചരിത്രം കടന്നു പോയിട്ടില്ലല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ ഈ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഭക്ഷണ വിതരണം, മനുഷ്യരെ വർഗീയമായി വേർതിരിച്ച് സംസാരിക്കുക എന്നിടത്തേക്കൊക്കെ ജി സുധാകരൻ എത്തിയിരിക്കുകയാണ്.
അതിനേക്കാളും ദയനീയമായ കാര്യം എന്താ വെച്ചാൽ ജി സുധാകരൻ ഇങ്ങനെ പറയുന്നു. ഓക്കെ, ജി സുധാകരൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ജി സുധാകരൻ ഓരോ ദിവസവും പത്രക്കാരെ കാണുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ പലതും പറയും. അത് കേട്ടുകൊണ്ട് കേരളത്തിലെ ഒരു മന്ത്രി ഇതത്ര സുതാര്യമല്ല എന്ന് പറയാണ്. കേരളത്തിൽ ഞാൻ ഒരു വാർത്ത പോലും കണ്ടിട്ടില്ല ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൽ എന്തെങ്കിലും ഒരു അഴിമതി ഉള്ളതായിട്ടോ ഒന്നും ില്ല. ഈ രാഷ്ട്രീയ വിമർശകർ പോലും പറയാറുള്ള കാര്യം പൊതിച്ചോറിനെ പറ്റി കൂടുതൽ ഡിവൈഎഫ്ഐ സംസാരിക്കുന്നു, അതത്ര ശരിയല്ല എന്നൊക്കെ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട് പലരും. എന്ത് പറഞ്ഞാലും പൊതിച്ചോറെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ വിമർശിക്കുന്നു കേട്ടിട്ടുണ്ട്. അതല്ലാതെ പൊതിച്ചോറിന്റെ സുതാര്യതയെ പറ്റി ഒരു സംശയം ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ആരോഗ്യ പൊതിച്ചോറിയത എന്നൊക്കെ ചർച്ച കൊണ്ടുവരുന്നത്? ഇതിനകത്തൊരു ചരിത്രപരമായ രാഷ്ട്രീയമുണ്ട്, അത് മനസ്സിലാക്കണം. അതെന്താണെന്ന് അറിയാമോ? 1917 മെയ് 29 ചെറായിയിൽ വെച്ച് മിശ്രഭോജനം. കേരളം രൂപപ്പെടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്, നമ്മളത് ഓർക്കണം. ആധുനിക കേരളം രൂപപ്പെടുന്നത് ജാതി വിരുദ്ധമായി മുഴുവൻ മനുഷ്യരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. സഹോദരൻ അയ്യപ്പൻ ആധുനിക കേരളം രൂപപ്പെടുത്തിയത് ചക്കക്കുരുവും ചെറുപയറും ഇട്ട ഒരു കഞ്ഞി, ഒരു ചോറിലേക്ക് ഒരു സംഭവം. അതാണ് ആദ്യത്തെ ഈ മിശ്രഭോജനത്തിന് വിളമ്പിയ ഒരു വിഭവം എന്ന് പറയുന്നത്. അല്ലാതെ വിഭവസമൃദ്ധമായ സദ്യയൊന്നുമല്ല. അത് സംഭവത്തെ നമ്മൾ ചരിത്രത്തിൽ പന്തി ഭോജനം എന്ന് പറയാം. പല ജാതിയിൽപ്പെട്ട മനുഷ്യർ ഒരുമിച്ചിരുന്ന് കേരളത്തിൽ ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തിലെ മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ വലിയ ലോകം തുറന്നു. അതുകൂടെ മലയാളി നടന്ന് ഇവിടെ എത്തിയത്. അതിലെത്തിയ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മനുഷ്യർ തിരിച്ചറിയാണ്, ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുത്. മലയാളിയായ മുഴുവൻ മനുഷ്യരും ഭക്ഷണം കഴിക്കണം എന്ന ഒരു ജനാധിപത്യത്തിന്റെ ആധുനികതയുടെ ഉയർന്ന ബോധത്തിലേക്ക് മനുഷ്യരെത്തുകയാണ്. അതിന്റെ ഭാഗമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല മെഡിക്കൽ കോളേജിലും 1 കിലോമീറ്ററൊക്കെ നീളുന്ന ക്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഡിവൈഎഫ്ഐ സഖാക്കളോട് ചോദിക്കും എങ്ങനെയാണ് ഇത് മുഴുവൻ മാനേജ് ചെയ്യുക. അപ്പോൾ അവർ പറയും അത് നോക്കട്ടെ, നമുക്കിത് മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റുന്ന വിശ്വാസം. 3500-4000 പേർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ. പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇത് തീർന്നു പോകുമെന്ന് വിചാരിക്കും. അപ്പോഴേക്കും പല വീടുകളിൽ നിന്നും വീണ്ടും പൊതിച്ചോറ് കെട്ടിയിട്ട് എത്തിയിട്ടുണ്ടാവും. വീണ്ടും ചൂടുള്ള വീണ്ടും കെട്ടി അവിടെ എത്തിച്ചിട്ടുണ്ടാവും. ആളുകൾ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയാണ്, നമുക്ക് കൊടുക്കണം. പരമാവധി വീടുകളിൽ നിന്ന് വീണ്ടും ശേഖരിക്കും, വീണ്ടും കൊടുക്കും. അങ്ങനെ അവിടെയുള്ള അവസാനത്തെ ആൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തും. എങ്ങനെ പലപ്പോഴും രോഗികളുടെ ഒപ്പം വന്ന ആളുകൾ, എല്ലാവർക്കും കഴിക്കാനുള്ള പൈസ പോക്കറ്റ്, എത്രയോ മനുഷ്യരങ്ങനെ ഉണ്ട്. അതിപ്പോൾ ഈ മുരളീധരനും ഒന്നും ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗംഭീര ഹോട്ടലിൽ നിന്ന് മാത്രം ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുകയും ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകളും വീട്ടിലും അത്രയും വലിയ സൗകര്യവും രാമനിലയവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷേ സാധാരണ മനുഷ്യർ അങ്ങനെ പലരും ഉണ്ടെന്നേ. ഈ മെഡിക്കൽ കോളേജിൽ വരുന്നവരൊക്കെ ഒരുപാട് പേര് അങ്ങനെയുള്ളവരാ. ഉച്ചയ്ക്ക് ചിലപ്പോൾ രോഗിക്ക് കഴിക്കാൻ കഞ്ഞി അവിടുന്ന് മേടിച്ചു കൊടുത്താൽ ഈ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. അവർ വിശന്നിരിക്കുകയായിരിക്കും. അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്നൊരു സംഘടനയെ വിലക്കാൻ ഞാൻ പറയുന്നത് ഒരു ഭരണകൂടത്തിനും ഒരു അവകാശവും ഇല്ല, അങ്ങനെ ഒരു അധികാരവും. അതായത് കാതലായ ഒരു ചോദ്യമാണ് ശ്രീ രജനീഷ് ഉണ്ണിത്താൻ. അങ്ങനെ ഭരണകൂടത്തിന് എന്ത് അവകാശമാണുള്ളത്? ഒന്ന്. നടക്കുന്ന കാര്യമല്ല. രണ്ട്, ഇതിലെന്താണ് സുതാര്യതയുടെ പ്രശ്നം? ഇവിടെ ബാനറോ കൊടിയോ ഒന്നും അവർ പിടിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നറിയാനൊരു ബാനർ കിട്ടുന്നുണ്ടാകും. അതിൻ്റെ താഴെ ഡിവൈഎഫ്ഐ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അടയാളപ്പെടുത്തിയിരിക്കുക. അല്ലാതെ ഒരു പാർട്ടി പരിപാടിയാണെന്നോ പാർട്ടി നോക്കി കൊടുക്കലോ അതിനെ ശേഖരിക്കലോ ഒന്നുമില്ല. ഇതിലെന്താണ് സുതാര്യതയുടെ പ്രശ്നം? പാവങ്ങൾക്കായുള്ള ചോറ് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നു, അത് അവിടെ എത്തിച്ചു കൊടുക്കുന്നു. എന്താണ് ഇതിലെ സുതാര്യതയുടെ പ്രശ്നം? അജിംഷാദെ, സുതാര്യത എന്ന് പറഞ്ഞത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നതിന് എന്താണ് പ്രശ്നം? ഉണ്ടോ? അത് താങ്കളൊന്ന് പറയും. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി അത് ആരംഭിക്കാൻ പോവുകയാണെന്നല്ലോ പറഞ്ഞത്. അത് ആരംഭിച്ച് നിങ്ങൾ വിജയമാക്കൂ. അതുവരെ ഞങ്ങളുടെ സഹോദരങ്ങൾ പട്ടിണി കിടക്കണോ? അത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയട്ടെ അജിംഷാദെ, അതുമായി ബന്ധപ്പെട്ട ആ കിച്ചൺ ആരംഭിക്കുകയും സാധാരണക്കാരായ ആളുകളുടെ വിശപ്പും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ തരം രോഗികളായ ആളുകൾ അവിടെ കഴിയുന്നു. അവരുമായി ബന്ധപ്പെട്ട ഭക്ഷണ ക്രമീകരണങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മളെല്ലാം ആശുപത്രിയിൽ പോകുന്നവരാണല്ലോ. അപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ ആളുകൾ എന്തൊക്കെ കഴിക്കണ്ടെന്ന്. ഈ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഈ ആരോഗ്യ വകുപ്പിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ, ഫുഡ് ഇൻസ്പെക്ടർമാരുടെയൊക്കെ മേൽനോട്ടത്തിൽ
മേൽനോട്ടത്തിൽ അങ്ങനെ ആരോഗ്യപരമായ ഒരു ഭക്ഷണ വിതരണം അവിടെ നടക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരു സംവിധാനം നിങ്ങളുടെ സർക്കാർ ഇവിടെ ഉരുണ്ടു പറയല്ല. ഏറ്റവും നല്ല കാര്യം ഒരു അനൗൺസ്മെന്റ് ഈ പറയുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു കിച്ചൺ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടല്ലേ ഡിവൈഎഫ്ഐയും ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ. അവർ സ്വാഗതം ചെയ്തല്ലോ, അവരത് സ്വാഗതം ചെയ്തു. പക്ഷേ അതിന് വിവാദമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും വിമർശിക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. എല്ലാവർക്കും 1 കോടി അത് കൊടുക്കട്ടെ എന്നല്ലോ മന്ത്രി പറഞ്ഞത്. സർക്കാർ സംവിധാനത്തിൽ അങ്ങനെയുള്ള ആരോഗ്യപരമായുള്ള രീതിയിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞതിന് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ശരി ജെയിംസ് സാമുവൽ അതിന് മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന്, സമയപരിമിതി ഉണ്ടതാ. ഇവിടെ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ ഇതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതെങ്ങനെ നടത്തുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അൺനൗൺ പേഷ്യൻസ് അവിടെ ഉണ്ട്, അവർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കാൻ പോലും സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ഗതിയില്ലാത്തൊരു സർക്കാരാണ് പറയുന്നത് ഞങ്ങളിവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും. എങ്ങനെ തുടങ്ങും? എന്താണ് അവരുടെ ഐഡിയ? ഇതിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. പക്ഷെ എന്താ പ്രശ്നം? ഞങ്ങൾക്കിത് തുടങ്ങുന്നതിനും പ്രശ്നമില്ല. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് പ്രശ്നം. വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിലൂടെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ടി വരുന്ന ഭക്ഷണം മുടങ്ങുന്നു. അവരുടെ വിശപ്പിനെ കാണാതെ, അവരുടെ വിശപ്പിനെ മനസ്സിലാക്കാതെ അത് മുടക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് ഇനിയും ചോദ്യം ചെയ്യപ്പെടും. അത് വളരെ പ്രസക്തമാണ്. ഒരു മിനിറ്റ് കൊണ്ട് ശ്രീചിത്രൻ, ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആൾട്ടർനേറ്റ് മുമ്പിൽ കാട്ടിയിട്ടാണ് നിലവിലുള്ള ഒരു സംവിധാനത്തെ ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ യുക്തി എത്രമാത്രമാണ്? ഇത് ജനം എങ്ങനെയാണ് സ്വീകരിക്കുക? ഒരു മിനിറ്റ് കൊണ്ട് ശ്രീചിത്രൻ. ഈ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എവിടെയാണ് വ്യക്തമായി പറഞ്ഞില്ല. പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൊടിതോരണങ്ങൾ ശ്രീധരൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്കറാതെ സംസാരിക്കാൻ പഠിക്കൂ. ഇത്രേ ഉള്ളൂ കാര്യം. അതായത് ഇത്ര മനുഷ്യരുടെ അന്നം മുടങ്ങിയാലും ശരി, ഇവിടെ മനുഷ്യർ പനിച്ചൂടിലാണ്. മിക്കവാറും ഹോസ്പിറ്റലുകളൊക്കെ പനി കൊണ്ട് നിറഞ്ഞു. എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വരെ പനി വന്നിരുന്ന ആളുകൾ ഇരിക്കുകയാണ്. ആ സമയം ജനങ്ങളോട് പറയുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം മുടക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി അങ്ങ് പച്ചയ്ക്ക് പറയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നതിന് ആരാ എതിരെ? കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങട്ടെ, അതിനകത്ത് ഭക്ഷണം, നല്ല ഭക്ഷണം വിതരണം ചെയ്യട്ടെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ജനങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും വേണ്ടെന്നേ. ഈ പൊതിച്ചോറിനകത്തൊക്കെ മനുഷ്യരുടെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ. സാധാരണ മനുഷ്യരുടെ സ്നേഹം ചേർത്ത ഭക്ഷണം. ചിലപ്പോൾ വിഭവസമൃദ്ധമൊന്നും ആയിരിക്കില്ല, 1-2 കറികളൊക്കെ കാണൂ. പക്ഷെ അതിനകത്ത് മനുഷ്യരുടെ മാനവികതയുടെ സ്നേഹമുണ്ട്. ആ സ്നേഹം കഴിച്ചിട്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യർക്ക് കുറെ വർഷമായി ഇതൊക്കെ കൊടുക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യർ വളരെ ആരോഗ്യത്തോടെ ആ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മാനസികാരോഗ്യത്തിലാണ് പ്രശ്നം. അതായത് സാധാരണക്കാർക്ക് അന്നം മുടക്കിയിട്ടേ ഞങ്ങളുടെ രാഷ്ട്രീയം വിജയിപ്പിക്കാൻ പറ്റൂ എന്ന് കരുതുന്ന അത്രയും അപഹാസ്യമായ നിലയിലേക്ക് തരം താണിരിക്കുകയാണ്. മനുഷ്യരുടെ പനി പരിഹരിക്കുക, കിട്ടാത്ത ശമ്പള കുടിശ്ശിക നൽകുക, ഈ പറയുന്ന ഇപ്പൊ കറണ്ട് പോകുന്ന പ്രശ്നമൊന്നും അവസാനിപ്പിക്കുക, ലോകകപ്പ് തുടങ്ങാറായി. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന്റെ പൊതിച്ചോറ് കൊടുത്തോളും. ആ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ കൂടി വെക്കാതിരിക്കുകയോ ചെയ്യും. ഇടപെടാതിരിക്കുക. ഇത്തരത്തിൽ വിധ്വംസക രാഷ്ട്രീയവുമായി മുമ്പോട്ട് പോകാനാണ് കെ മുരളീധരനും ജി സുധാകരനും അടക്കമുള്ളവർ ശ്രമിക്കുന്നതെങ്കിൽ അതിന് വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വലിയ പന്ഥാവിൽ ഡിവൈഎഫ്ഐ ചെയ്യുന്ന പൊതിച്ചോറ് വിതരണം, നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കിയാലും ഇല്ലേലും അത് തുടരും. അത് ഡിവൈഎഫ്ഐയും പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു വലിയ പോരാട്ടത്തിൻ്റെ ശബ്ദം നാം ഇതിൽ കാണുന്നുമുണ്ട്. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.